ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റംസാൻസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ അരിയൊക്കെ കുതിർത്ത് തേങ്ങയൊക്കെ ചേർത്ത് അരയ്ക്കുന്ന നല്ല നാടൻ പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. കൂട്ടത്തിൽ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് വരട്ടിയ നല്ല നാടൻ ബീഫിൻ്റെ റെസിപ്പിയുമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ അരിപ്പൊടിയൊക്കെ വെച്ച് തയ്യാറാക്കുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. നല്ലൊരു അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ അപ്പം ചുട്ടിട്ട് ഇങ്ങനെ മണ്ടയിൽ വെച്ചാലും തമ്മിൽ ഒട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. ബീഫും അതേപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷമാണ് കുതിർത്ത് വെച്ചത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 കപ്പ് ചോറാണ്. അത് നമുക്ക് വെള്ളയരിയോ റോസരിയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെള്ളയരിയുടെ ചോറാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങയും. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ അരി മാത്രം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് നമ്മുടെ അരി അരയ്ക്കാൻ വേണ്ടി മാത്രമുള്ളൊരു വെള്ളം, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഇത്രയൊരു ഒന്ന് അരച്ചെടുക്കണം. ആ ഒരു പരുവത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ തന്നെ അരച്ചെടുക്കണം. ഒരുപാട് വെള്ളമൊന്നും കൂടാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു 1/4 ഭാഗം മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ബാക്കിയൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ മാവിലേക്ക് നമ്മൾ തേങ്ങയും അതേപോലെ ചോറും ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചോറും ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ഒന്ന് അരയ്ക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ അരച്ച മാവിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഇത് രാവിലെയാണ് അരച്ച് വെക്കുന്നത്, രാത്രിയത്തേക്ക് വേണ്ടിയാണ്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് മാവ് കിട്ടും. അതേപോലെ നമുക്ക് രാവിലത്തേക്കാണെങ്കിൽ രാത്രി കഴിച്ച് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ മാവ് റെഡിയായിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ അടച്ചിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. രാത്രി ആകുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് മാവ് കിട്ടും. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു വലിയ പാത്രത്തിൽ തന്നെ മാവ് ഒഴിച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. തീരെ ചെറിയ പാത്രത്തിലൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് അടുപ്പിലെല്ലാം പറ്റി കുറേയൊക്കെ നമുക്കങ്ങ് തറയിലൊക്കെ പോവും. അപ്പം ഇതേപോലെ വലിയ പാത്രത്തിൽ തന്നെ മാവ് ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു 2 സ്പൂണോളം പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ ചുട്ടെടുക്കുകയാണ്. രാവിലെ മാവൊക്കെ അരച്ച് നല്ല റെഡിയായിട്ടിരുന്നപ്പം ഒരു ഉച്ചയായപ്പോഴത്തേക്ക് സ്റ്റൗവിൻ്റെ ആ ഗ്ലാസ് അങ്ങ് പൊട്ടി നല്ലൊരു അടിപൊളി മുട്ടൻ പണി തന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് എങ്ങനെ വീഡിയോ ഒക്കെ എടുക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്നപ്പോഴത്തേക്കാണ് എന്തായാലും ഞാൻ രാവിലെ മെനക്കെട്ടു. അങ്ങനെ വിറകടുപ്പെങ്കിൽ വിറകടുപ്പ്
അങ്ങനെ നമ്മുടെ വിറകടുപ്പിലാണ് ഇന്ന് നമ്മൾ അപ്പം ചുടുന്നത്. അതേപോലെ ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നതും നമ്മുടെ നാടൻ വിറകടുപ്പിൽ തന്നെയാണ്. അപ്പം നമ്മുടെ നാടൻ പാലപ്പവും നാടൻ രീതിയിലുള്ള ബീഫ് റോസ്റ്റും നമ്മുടെ നാടൻ വിറകടുപ്പിൽ തന്നെ നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എന്താണ്, നമ്മുടെ കല്ല് ചൂടായി, ഞാൻ മാവ് ഇവിടെ കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ചുറ്റിച്ചിട്ട് നമ്മുടെ പാലപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ വിറകടുപ്പിലായതുകൊണ്ട് തന്നെ തീ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിയുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പൊക്കി നോക്കിയതാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സൈഡൊക്കെ ഒന്ന് നല്ലതുപോലെ മൊരിയാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിഭാഗം കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് സൈഡൊക്കെ ഒന്ന് മൊരിയുന്നതിന് മുമ്പ് എടുത്തത്. അപ്പോൾ നമ്മൾ സ്റ്റൗവിലൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് തീയൊക്കെ കുറച്ച് നമുക്ക് ചുട്ടെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നല്ലതുപോലെ സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിതേപോലെ എല്ലാ പാലപ്പവും ഇതേപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് പാലപ്പം കിട്ടിയിട്ടുള്ളത്. ഇത് ചുട്ട് മണ്ടേ വെച്ചിട്ടും തമ്മിൽ ഒട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ റെഡിയാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി നമുക്ക് നമ്മുടെ ബീഫിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. ബീഫ് ഇതേപോലെ ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ചതച്ചാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളി ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ കൊച്ചുള്ളി ആണെങ്കിൽ അരിഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിൻ്റെ കൂടെ കുറച്ച് 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. നമ്മളെടുക്കുന്ന ബീഫിൻ്റെ അളവനുസരിച്ച് വേണം മസാലകൾ ചേർത്ത് കൊടുക്കാൻ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ മസാലകളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് ഞെരടി എടുക്കാം. നല്ലപോലെ നമ്മൾ സ്പൂണൊന്നും വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. നമ്മൾ കുക്കറിനകത്ത് ഒരു 4-5 വിസിൽ അടുപ്പിച്ച് ആ ബീഫൊന്ന് വേവിച്ചെടുത്താലും മതി. പിന്നെ എൻ്റെ അടുപ്പ് പണി തന്നതുകൊണ്ടാണ് ഞാൻ വിറകടുപ്പിലേക്ക് വെക്കുന്നത്. പക്ഷേ വിറകടുപ്പിൽ വെച്ചതുകൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല അടിപൊളി ടേസ്റ്റി ആയിരുന്നു. അപ്പം നമുക്ക് ആ പാത്രത്തിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ മസാല നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ബീഫ് വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തും കൂടെ അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാവുമ്പോഴത്തേക്ക് വേഗം തന്നെ നമുക്ക് ബീഫ് വെന്ത് കിട്ടും. നമ്മൾ ഈ വിറകടുപ്പിലൊക്കെ ആകുമ്പോൾ ആ ബീഫൊക്കെ ഒന്ന് വേവുന്നത് വരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറ്റി നല്ലൊരു കുഴമ്പ് പരുവത്തിലായിട്ട് നമുക്ക് കിട്ടണം. അതേപോലെ നല്ല ബീഫ് വേവേം വേണം. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബീഫ് നല്ലതുപോലെ വെന്ത് ആ വെള്ളമൊക്കെ വറ്റി നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. സൺഫ്ലവർ ഓയിൽ ചേർത്താൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം വെളിച്ചെണ്ണ നല്ലതുപോലെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇത് ഇളക്കി കൊടുത്ത് ഒരു കുറച്ച് നേരം കൂടെ നമുക്കിതൊന്ന് അടുപ്പിൽ വെക്കാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി പാലപ്പവും അതേപോലെ നമ്മുടെ നാടൻ ബീഫ് റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പവും ബീഫ് റോസ്റ്റും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.